ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു കുക്കിംഗ് ഡേ ആക്കാം. ആദ്യം ചെറുപയർ കറി വയ്ക്കാം. തലേ ദിവസം കുതിർത്ത് വെച്ച ചെറുപയറാണത്. അതിലേക്ക് 4 പച്ചമുളകും ഒരു വല്യുള്ളിയും ഒരു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ചെറുപയർ വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് അതിലേക്ക് 2 പച്ചക്കായ കട്ട് ചെയ്തതും ചേർത്ത് വേവിക്കുക. കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിലിടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് പത്തിരി തയ്യാറാക്കി എടുക്കാം. പച്ചരിയും ചോറും തേങ്ങയും അരച്ച ഒരു പത്തിരിയാണിന്ന് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കറി തൂമിക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് തൂമിച്ചെടുക്കാം. പത്തിരിയും കറിയും തയ്യാർ. ഇനി നമുക്ക് ഉച്ചക്കേക്കുള്ള എഗ് റൈസും പൊട്ടാറ്റോ ഫ്രൈയുമാണ് തയ്യാറാക്കുന്നത്. ഇനി ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. നല്ലവണ്ണം പഴുത്ത കദളിപ്പഴം, അര മുറി തേങ്ങ, 2 സ്പൂൺ തരി, അതിലേക്ക് കുറച്ചധികം പഞ്ചസാര വേണം, 2 മുട്ട, ഏലക്കായ്പ്പൊടി, മൈദ, ഒരു പിഞ്ചുപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ ഓയിലോ ചേർക്കാം. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കുറേശ്ശെയായി ഓയിലിലേക്കിട്ട് മൊരിയിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയായ ഈവനിങ് സ്നാക്ക് തയ്യാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് പോകാനുള്ളതിനെ കൊണ്ട് എല്ലാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുത്തതാണ്.